തൊഴിലുറപ്പ് പദ്ധതി അനുസരിച്ചുള്ള തടയണ നിർമ്മാണത്തിൽ അഴിമതി നടത്തിയെന്ന പരാതിയിൽ എൺമകജെ പഞ്ചായത്ത് മുൻ പ്രസിഡന്റിനും എഞ്ചിനീയർമാർക്കും ഗുണഭോക്തൃ സമിതിയുടെ കൺവീനർക്കുമെതിരെ വിജിലൻസ് കേസെടുത്തു. പരാതിക്കാരൻ ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത്. 2010 മെയ് 25-ന് 8,69,861 രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ തടയണയ്ക്ക് എൺമകജെ പഞ്ചായത്ത് തടയണ നിർമ്മാണ സാമഗ്രികൾ ഇറക്കിയത് 2010 മെയ് 23 മുതൽ 2010 ജൂൺ 15 വരെയുള്ള ദിവസങ്ങളിലാണ്. ഇത്തരത്തിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അനുസരിച്ചുള്ള തടയണ നിർമ്മാണത്തിലെ വലിയ തോതിലുള്ള അപാകതകൾ തിരിച്ചറിഞ്ഞാണ് പഞ്ചായത്ത് മുൻ അസിസ്റ്റന്റ് എഞ്ചിനീയറായിരുന്ന VG വേണു, പഞ്ചായത്ത് ദേശീയ തൊഴിലുറപ്പ് എഞ്ചിനീയർ ഹംസാർ, ഗുണഭോക്തൃ കമ്മിറ്റി ചെയർമാൻ പഡ്രെ എടമലയിലെ രാമാനന്ദ ഗോൾവാർക്കർ, അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പുഷ്പ എന്നിവർക്കെതിരെ വിജിലൻസ് സംഘം കേസെടുത്തത്. ഔദ്യോഗിക പദവി ദുരുപയോഗപ്പെടുത്താൻ വ്യാജരേഖ ചമയ്ക്കൽ, ധനാപഹരണം എന്നിവയ്ക്കാണ് കേസെടുത്തിട്ടുള്ളത്. 2009 മുതൽ 2011 വരെയുള്ള കാലയളവിനാണ് 9,35,000 രൂപ ചെലവിൽ തടയണ നിർമ്മിച്ചത്. ഈ തടയണയിൽ നിന്നും സമീപ പ്രദേശങ്ങളിലെ കൃഷിക്ക് ജലസേചനം ഉറപ്പാക്കുകയായിരുന്നു ലക്ഷ്യം. കേസിലെ മൂന്നാം കക്ഷിയും ഗുണഭോക്തൃ സമിതി കൺവീനറുമായ രാമാനന്ദ ഗോൾവാർക്കറുടെ തോട്ടത്തിൽ ജലസേചനത്തിന് മാത്രമാണ് അത് പ്രയോജനപ്പെടുന്നതെന്ന് പരാതിക്കാരൻ ആരോപിച്ചിരുന്നു. മാത്രമല്ല, ഗോൾവാർക്കർ കൺവീനറും രാധിക ചെയർമാനുമായ 11-അംഗ ഗുണഭോക്തൃ കമ്മിറ്റിയുടെ പേരിൽ പെർള ബാങ്കിൽ പദ്ധതി നടത്തിപ്പിന് വേണ്ടി പ്രത്യേക ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചിരുന്നെങ്കിലും പദ്ധതി തുകയിലെ ഗുണഭോക്തൃ വിഹിതം കഴിച്ചുള്ള രൂപയ്ക്കുള്ള ചെക്ക് ഗോൾവാർക്കറുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് നൽകിയിരുന്നതെന്നും വിജിലൻസ് സംഘം കണ്ടെത്തി. തടയണ പണി പൂർത്തിയാവുന്നതിന് 2 ദിവസം മുമ്പ് മുതലാണ് തടയണയ്ക്ക് വേണ്ട സാധന സാമഗ്രികൾ പദ്ധതി സ്ഥലത്ത് എത്തിച്ചുവെന്നതിന് ബില്ലുകളുടെ അടിസ്ഥാനത്തിൽ 87,720 രൂപ 2 തവണയായി നൽകിയെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. തട്ടിപ്പിന് പഞ്ചായത്ത് എഞ്ചിനീയർമാർ ബില്ലുകളുടെ വെട്ടിത്തിരുത്തൽ നടത്തിയിട്ടുള്ളതായും പണം നൽകാൻ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ശുപാർശ നൽകിയതായും അന്വേഷണത്തിൽ കണ്ടെത്തി. കൃത്രിമത്തിന്റെ സൂത്രധാരൻ ഗുണഭോക്തൃ കമ്മിറ്റി കൺവീനർ കൂടിയായ ഗോൾവാക്കറാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. തലശ്ശേരി വിജിലൻസ് കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത്. മഞ്ചേശ്വരം ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി MK രമേശിന്റെ പരാതിയിലാണ് അന്വേഷണം.